കഥ കേൾക്കുക, കഥ പറയുക എന്നൊക്കെയുള്ള ഒരു ചെറിയ കാലത്തു നിന്ന്, അതായത് കുട്ടിക്കാലത്തു നിന്നാണ് നമ്മുടെയൊക്കെ തലമുറ വരുന്നത്. അതിന് രണ്ട് സ്കോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് വായിക്കുന്നതിന് മുമ്പുള്ള സിറ്റുവേഷനിൽ കഥ കേട്ട് വളരുക എന്നുള്ള, അങ്ങനെയാണല്ലോ നമ്മളെ ഒരു കുട്ടിക്കാലം വളരുന്നത്. പക്ഷെ ഇന്നൊരു കുട്ടി ഒരു 3 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ കഥ കാണുക എന്നുള്ള അവസ്ഥയിലേക്ക് പെട്ടെന്ന് വളരെ അതിൻ്റെ ഒരു അഡിക്റ്റായി മാറുന്നുണ്ട്. കാരണം മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീനിലുള്ള സംഗതികളോട് വളരെ അഡിക്റ്റായി മാറും. അതൊരു സൂചകമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം നമ്മൾ തന്നെ ഒരു കഥ കേൾക്കാനിരിക്കുന്നതിനോ അല്ലെങ്കിൽ കഥ വായിക്കാനിരിക്കുന്നതിനോ കൂടുതൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുക പലപ്പോഴും സ്ക്രീനിലുള്ള സംഗതികൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനുവേണ്ടി ഒരുപാട് നിരവധി സംഗതികൾ, അതായത് നമ്മുടെ പ്രായത്തിൽ ഏത് പ്രായത്തിലാണ് ഏത് ഇഷ്ടപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോൾ നമുക്ക് വാൾട്ട് ഡിസ്നിയുടെ ഏതെങ്കിലും സിനിമയായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അതിൻ്റെ സീരിയലായിരിക്കും ഇഷ്ടം, ആനിമേഷൻ തുടങ്ങിയ സംഗതികൾ. പണ്ട് ഒരു ചെറിയ ഫ്രെയിമിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കബീഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പുസ്തകത്തിൻ്റെ താളിൽ തന്നെയാണ് ഒരു 4 കള്ളികളിലായിട്ട് ഒരു ചെറിയ വാലുകൊണ്ട് ഉണ്ടാക്കുന്ന അഭ്യാസങ്ങൾ, വലുതാക്കി കാണിക്കുന്ന അഭ്യാസങ്ങൾ ഒരു പുസ്തകത്തിൻ്റെ താളിൽ തന്നെ കാണിക്കുന്നതാണ്. ഇന്ന് അതിൻ്റെ ഒരു വളരെ വിശാല മാനം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്ത് രീതിയിലും ഏത് ക്യാരക്ടറിനെയും കൊണ്ടുവരാം. കാരണം ഇപ്പോൾ ഇന്ത്യൻ ക്യാരക്ടേഴ്സ് തന്നെ ഡിസ്നിയിൽ ഒരുപാട് വന്നു കഴിഞ്ഞു. കാരണം ഇവിടെ നമ്മുടെ ബോധമനസ്സിലായിട്ട് കിടക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് അത്തരത്തിൽ കാണുന്ന രീതിയിൽ സ്റ്റോറി ടെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മളിപ്പം നോക്കുമ്പോൾ ഒരു ആഗോളതലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു മലയാളത്തിൽ ഇപ്പോൾ ഒരു നോവൽ ഉണ്ടാവുന്നു. ആ നോവൽ ചിലപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വായനയിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ അതൊരു ലോക സിനിമയായി മാറാം. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് വിദേശ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതോട് കൂടിയിട്ടോ ഒരു ലോക ഓഡിയൻസിലേക്ക് അത് പോകാം. ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷെ ഒരു വിഷ്വലി നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിലുണ്ടാക്കിയതായാലും തമിഴിലുണ്ടാക്കിയതായാലും അല്ലെങ്കിൽ മറ്റിപ്പം സ്പാനിഷ് ഭാഷകളിലൊക്കെയുള്ള നിരവധി വീഡിയോ പ്രൊഡക്ഷൻസ്, അത് സീരീസുകളാവട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സിനിമകളാവട്ടെ, അതിപ്പം നമ്മുടെ ഒരു കാഴ്ചാ മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത് ഈ ഒരവസ്ഥ, അതായത് നമ്മളിപ്പം പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളും കൂടിയാണ് ദിലീപ്. അപ്പം അതിൽ നിന്ന് നമ്മുടെ ആ ഒരു ഭാവനയുടെ ലോകം, കാഴ്ചയുടെ ലോകം എങ്ങനെയാണ് ഈ പെട്ടെന്നൊരു രൂപാന്തരത്തിന് വിധേയമായിരിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു ആ മാറ്റം തുടങ്ങിയത് ശരിക്കും ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയ സമയത്ത് 1991 വരെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഇപ്പോൾ വേനൽക്കാലത്ത് 2 മാസം വെക്കേഷൻ കിട്ടുമ്പോൾ ഞാൻ സാധാരണ ഒരു 40-50 പുസ്തകമൊക്കെ വായിച്ച് തീർക്കുമായിരുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. പകല് നമുക്ക് പുറത്തു പോയി കളിക്കാൻ പറ്റില്ല. കളിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലും കൂടി ഒന്നുമില്ലെങ്കിൽ രാവിലെ വളരെ നേരത്തെ കളിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം, അല്ലെങ്കിൽ സൺസ്ട്രോക്ക് ഒറ്റ അടിച്ച് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വായിക്കുക, പിന്നെ ആഴ്ചയിൽ 1-2 തവണ വല്ല സിനിമയും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് പോയി കാണുക. ഈ 2 ആക്ടിവിറ്റി ഉള്ളൂ ശരിക്കും. വേറെ പിന്നെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുക. അന്നത്തെ ആ ജീവിതം എന്ന് പറയുന്നത് എവിടെയാണ്? നഗരം അല്ല, ഞാൻ കോഴിക്കോട് തിരിച്ചു വന്നത് 13-ാം വയസ്സിൽ. അതിനേക്കാൾ മുമ്പുള്ള മാഞ്ചസ്റ്ററിൽ അല്ല, UK-യിലായാലും ഞാൻ മാഞ്ചസ്റ്ററിനും ലിവർപൂളിനും ഇടയ്ക്ക് വാറിംഗ്ടൺ എന്ന് പറഞ്ഞൊരു ടൗണിലായിരുന്നു. അവിടെ ആയാലും ഇത് തന്നെ സ്ഥിതി. ഇപ്പൊ കുറെ നേരം നമ്മൾ പുറത്തു പോയി കളിക്കും. അത് കഴിഞ്ഞ് ഇപ്പൊ വിന്ററിലൊന്നും ആണെങ്കിൽ പുറത്തു പോയി കളിക്കാൻ പറ്റാത്ത സമയത്ത് വീട്ടിലിരുന്ന് വായിക്കും. TV അവിടെ ആയാലും ഇവിടെ ഒരു ചാനലേ ഉണ്ടായിരുന്നില്ല, അവിടെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് 3 ചാനലായിട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുട്ടികൾക്ക് കാണാൻ പറ്റിയ അധിക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വൈകുന്നേരം 1 മണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ വായന തന്നെയായിരുന്നു മെയിൻ ഒരു ആക്ടിവിറ്റി, കളി കൂടാതെ. പിന്നീടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചരിത്രം അദ്ദേഹത്തിന് കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ എന്തായാലും ആ ബഹുമതി കൊടുക്കും. പക്ഷെ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന മാറ്റങ്ങൾ കാരണമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് OTT-യിൽ ഏത് ഭാഷയിൽ ഏത് ഷോ വേണമെങ്കിലും കാണാം. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇവിടെ KLF നടന്നു. ലോകത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള മികച്ച എഴുത്തുകാർ ഇവിടെ വന്ന് സംസാരിച്ചു. അതേപോലെ ഇപ്പൊ ഏത് സിനിമ വേണമെങ്കിലും ഇപ്പൊ അമേരിക്കയിൽ റിലീസ് ചെയ്ത അതേ ആഴ്ച പലപ്പോഴും ഇവിടെ റിലീസ് ചെയ്യണു. പുസ്തകങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ നിങ്ങൾക്കും അറിയാം, ഒരു മാസം 2 മാസമൊക്കെ കാത്തിരിക്കണം, ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ ഷോപ്പിലെത്താൻ, അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ അങ്ങനത്തെ ഡിലേ. അപ്പൊ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ഇപ്പൊ ഈ ഇടയ്ക്ക് നല്ല ഒരു 20 കൊല്ലം മുമ്പ് ബാംഗ്ലൂര് DVD ഓർഡർ ചെയ്തപ്പോൾ അത് കസ്റ്റംസ് പിടിച്ചു വെച്ചു. എന്നിട്ട് എനിക്ക് നോട്ടീസ് അയച്ചു, നിങ്ങൾ
യു ഹാവ് ഇമ്പോർട്ടഡ് പോർണോഗ്രഫി, 5,000 ഉറുപ്പ്യ ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വരണം എന്നൊക്കെ പറഞ്ഞു. ഈ പോർണോഗ്രഫി എന്ന് പറയുന്നത് ലൂയി ബുഞ്ഞുവലിന്റെ ബോക്സ് സെറ്റ് സിനിമയായിരുന്നു. ബെൽ ദു ജൂർ, ദാറ്റ് ഒബ്സ്ക്യൂർ ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ, അതൊക്കെ. എന്നിട്ട് അതൊക്കെ പോയി എനിക്ക് ഒരു ദിവസം ലീവ് എടുത്ത് പോയി അത് ക്ലിയർ ചെയ്യേണ്ടി വന്നു, എഴുത്തൊക്കെ എഴുതി. ഇതായിരുന്നു അപ്പോഴത്തെ കാലം. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം പ്രത്യേകിച്ചും, ഞാൻ കൂടെ വർക്ക് ചെയ്യണ ഒരു മനുഷ്യൻ ബംഗാളിയാണ്. അദ്ദേഹം എല്ലാ ആഴ്ച എന്നെ വിളിക്കും, മലയാളത്തിൽ പിന്നെ ഏത് സിനിമ കാണണ്ടേ ഞാൻ. അവർക്ക് ഇപ്പൊ മെയിൻ സ്ട്രീം ഹിന്ദി സിനിമ അല്ലെങ്കിൽ ബാക്കി ബംഗാളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അതിലും നല്ല സിനിമയാണ് ഇപ്പൊ മലയാളത്തിൽ വരുന്നത്. അപ്പൊ അത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഈ OTT പ്ലാറ്റ്ഫോം ഇതൊക്കെ കാരണം. ഈ ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പം ഏതാണ്ട് ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കി വെച്ച നമ്മുടെ ബോധതലത്തിൽ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന മാഞ്ചസ്റ്ററിലെ കുട്ടിക്കാലത്ത് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ ഒക്കെ എങ്ങനത്തായിരുന്നു? അത് പലതരം, ഞാൻ എല്ലാം വായിക്കായിരുന്നു. ഇപ്പൊ പൾപ്പ് ഫിക്ഷൻ ആയാലും എനിക്ക് ഈ മഹായുദ്ധത്തിന്റെ സമയത്ത് സെറ്റ് ചെയ്ത പല പുസ്തകങ്ങളും, ഇപ്പൊ ഈഗിൾ ഹാസ് ലാൻഡഡ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫ്രെഡറിക് ഫോസൈത്തിന്റെ ഒഡെസ്സ ഫയൽ, അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ക്ലാസിക്സ് എല്ലാം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പൊ വീട്ടിലത്തെ അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം ഈ കെനറ്റ് ലൈബ്രറി എബ്രിഡ്ജ് ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ വായിച്ചു. പിന്നെ അതിന്റെ ഒറിജിനൽ വേർഷൻസ് പിന്നീട് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുവിധം അങ്ങനത്തെ ഈ ക്ലാസിക്സ് ഒരുവിധം എല്ലാം വായിച്ചത് ഒരു 12-13 വയസ്സായപ്പോഴേക്കും. പിന്നീട് എനിക്ക് എൻ്റെ എല്ലാ കാലത്തെയും താല്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 20th സെഞ്ച്വറി ലിറ്ററേച്ചറാണ്. ഇപ്പോൾ മൈക്കിൾ ഓണ്ടാറ്റി ആയാലും സൗത്ത് അമേരിക്കയിൽ എനിക്ക് മാർക്കസിന്റെ ഒന്നും ഇഷ്ടം മാരിയോ വാഗസ് യോസയുടെ ഫീസ്റ്റ് ഓഫ് ദ ഗോട്ട്. ഇപ്പൊ ഞാൻ ഓഡിയോ ബുക്കായിട്ട് ഹാർഡ് ടൈംസ് കേട്ടോണ്ടിരിക്കുക. അപ്പൊ അല്ല, വാഗസ് യോസയുടെ ലാസ്റ്റ് ഹാർഡ് ടൈംസ്, ടഫ് ടൈംസ്, അത് ട്രാൻസ്ലേഷനിൽ പല പേരുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ സൗത്ത് അമേരിക്കൻ റൈറ്റേഴ്സിനെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഏഷ്യൻ തന്നെ പലരും, ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് നദീം അസ്ലം, ശ്രീലങ്കയിൽ നിന്ന് കാൾ മ്യുള്ളർ, അങ്ങനെ കുറെ പേരുണ്ട്. ഷെഹാൻ കർണത്തിലൊക്കെയുടെ ചൈനമൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അങ്ങനെ പലതും വായിച്ചിട്ടുണ്ട്. ഇപ്പൊ പൾപ്പ് ഫിക്ഷൻ ആയാലും വാർ സിനിമകളായാലും. പക്ഷെ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഈ 20th സെഞ്ച്വറി ലിറ്ററേച്ചർ, പ്രത്യേകിച്ച് ചരിത്രം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഇപ്പൊ ടീബോർ ഫിഷറുടെ അണ്ടർ ദ ഫ്രോഗ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഹംഗേറിയൻ റെവല്യൂഷൻ 1956 അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനത്തെ പല പുസ്തകങ്ങളുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ കൺവേർഷൻ ഉണ്ടല്ലോ, ട്രാൻസിഷൻ, അതായത് നമ്മളിപ്പം പുസ്തക വായനയിൽ നിന്ന് അല്ലെങ്കിൽ കഥ പറഞ്ഞ് കേൾക്കുന്നതിൽ നിന്ന് ആദ്യം തന്നെ നമ്മളെക്കാൾ ഒരു ഇന്ത്യയിൽ ജീവിച്ചു വരുന്ന അല്ലെങ്കിൽ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ജീവിക്കുന്ന, കണ്ണൂരോ ജീവിക്കുന്ന ഒരു കുട്ടിയേക്കാൾ ആദ്യം തന്നെ നിങ്ങൾ വിഷ്വൽ സാധനങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. പുറത്ത് ജീവിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരാൾ, പ്രത്യേകിച്ച് ലണ്ടനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി വേഗത്തിലാണല്ലോ നമ്മുടെ ഈ ട്രാൻസിഷൻ നടക്കുന്നത്. പ്രത്യേകിച്ച് അവരാണ് കുറച്ചുകൂടി ടെക്നിക്കലി കുറച്ചും കൂടി മുന്നേ പോയത്. ഇന്നല്ല, ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, അന്നത്തെ കാര്യം. ഇവിടെ നമ്മൾ താങ്ക്സ് മൻമോഹൻ സിംഗ് എന്ന് പറയേണ്ടി വരും. ഇപ്പം ഇവിടെ എല്ലാം ലണ്ടനിൽ നടക്കുന്നതിന് ഇവിടെ നടക്കുന്നുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഈ ഒരു വേഗമാറ്റത്തിൻ്റെ ഇടയിൽ ദിലീപ് ആദ്യം അത്തരത്തിലുള്ളൊരു സ്ക്രീനിൽ കൂടി കണ്ട എന്താണ് സംഭവം എന്ന് ഓർമ്മയുണ്ടോ? കാരണം വായനയിൽ നിന്നും പെട്ടെന്ന് സ്ക്രീനിലേക്ക് മാറുന്ന സന്ദർഭം. എനിക്ക് തോന്നുന്നു ആദ്യം എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ അച്ഛനും ഈ വാർ സിനിമകൾ കാണാൻ വലിയ താല്പര്യമായിരുന്നു. അപ്പൊ അങ്ങനെ പലതും, ഇപ്പൊ ഈ ഈഗിൾ ഹാസ് ലാൻഡഡിന്റെ സിനിമ വേർഷൻ, ഒഡെസ്സ ഫയൽ, അങ്ങനത്തേത്. Germany believes she doesn't need us now. But one day she'll know that she does. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു സിനിമ ഡേ ഓഫ് ദ ജാക്കുൾ ആണ്. ഫ്രെഡറിക് ഫോസൈത്തിന്റെ പുസ്തകം സിനിമയാക്കി മാറ്റിയത്. അതിന് കാരണം എന്താ വെച്ചാൽ അപ്പൊ തന്നെ എനിക്ക് ഹിന്ദി സിനിമ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ക്യാരക്ടേഴ്സ് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഗുഡ് ബാഡ്, അങ്ങനത്തെ ഒരു ഹ്യൂമൻ
ഒരു എലിമെന്റും ഇല്ല. നായകനും വില്ലനും. അതെ, അത്രേ ഉള്ളൂ. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജീവിയാണല്ലോ ശരി. അപ്പൊ ആ ഒരു ന്യൂവൻസ് തീരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. പണ്ടത്തെ നമ്മുടെ സിനിമ അങ്ങനെ തന്നെയായിരുന്നു. ഈ ഡേ ഓഫ് ദ ജാക്കോളത്തെ ആ മെയിൻ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ, എഡ്വേർഡ് ഫോക്സ് ആയിരുന്നു അഭിനയിച്ചത്. ആ ക്യാരക്ടറെ കണ്ടാൽ ശരിക്കും നമ്മളൊരു അക്കൗണ്ടന്റോ മറ്റേ ഡോക്ടറോ എന്തോ അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിക്കുള്ളൂ. ആരും ഒരു അസാസിനാണെന്ന് തോന്നില്ല അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ. Over what range will you fire? I'm not sure yet, but probably not more than 400 feet. Will you go for a head shot or a chest shot? Probably head. And what about the chances of a second shot? I might get the chance, but I doubt it. In any event, I'll need a silencer to escape. അപ്പൊ ആ ഒരു എന്താ ഒരു കോംപ്ലക്സിറ്റി കൊണ്ടുവരാൻ പറ്റിയത് അത് ആ സിനിമയുടെ തന്നെ ഒരു വലിയൊരു കഴിവായിരുന്നു. എല്ലാവരും അങ്ങനെ ഒരു 100% വില്ലൻ അങ്ങനത്തെ ഒരു ഇതല്ലാന്ന് ഈ കുട്ടിക്കാലത്ത് ആദ്യം അത് മനസ്സിലാക്കിയ ഒരു സിനിമ അതായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു സിനിമ ശരിക്കും ചെറുപ്പത്തിൽ കണ്ടത്. ഈ കൺവേർഷൻ ഓർമ്മയുണ്ടോ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ പിന്നെ ഒരു കേരളീയ കാലാവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികളെക്കാളും സാധ്യതയുണ്ടായിരുന്നു. അല്ല, അത് പക്ഷെ സാധ്യത ഉണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴേ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വേറൊരു പുസ്തകം എന്നല്ല, അത്തരത്തിലുള്ള ഒരു 2D സംഗതികളിൽ നിന്ന് നമ്മളൊരു മറ്റൊന്നിലേക്ക് മാറും. അവിടെ സീരിയൽ എന്നുള്ള ഒരു ഇത് കുട്ടികൾക്കുള്ള ഉദ്ദേശം അധികം ഈ സോപ്പ് ഓപ്പറ എന്ന് പറയുന്ന ഇത് അതെന്റെ അമ്മയൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. എനിക്കതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ല. ഈ ടോം ആൻഡ് ജെറി എന്നാലും അല്ല, അങ്ങനത്തെ ഇതൊക്കെ കണ്ട് എനിക്ക് പക്ഷെ സത്യം പറഞ്ഞാൽ കാർട്ടൂൺസിനോട് അത്ര വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ഞാൻ സ്പോർട്സ് ആയിരുന്നു കാണുന്നെങ്കിൽ. സിനിമയായിരുന്നു ശരിക്കും വലിയൊരു മാറ്റം വരുത്തിയത്. എൻ്റെ അച്ഛൻ്റെ അനിയൻ വലിയൊരു ഫിലിം ബഫാണ്. അദ്ദേഹം വെക്കേഷൻ സമയത്ത് കോഴിക്കോട് വരുമ്പോൾ എനിക്കൊരു 10-20 സിനിമയുടെ ലിസ്റ്റൊക്കെ തരും. ഇത് കാണണം, ഇത് കാണണം. അങ്ങനെയാണ് ഞാൻ കുറേ സിനിമ കണ്ട് പല വലിയ ഡയറക്ടേഴ്സിന്റെ സിനിമയൊക്കെ ആദ്യം കാണുന്നുണ്ട്. ക്രൗൺ സിനിമ അതിനായിട്ടുള്ള ഒരു ക്രൗണും പിന്നെ അപ്പോഴേക്കും ഈ മറ്റേ വീഡിയോ റെന്റിങ് ലൈബ്രറി ഇതൊക്കെ പലതും വന്നു. അപ്പൊ അങ്ങനെ അവിടെ പോയിട്ട് വല്ലതൊക്കെ ഈ സിനിമകളിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കാണും. അങ്ങനെയാണ് ആ മാറ്റം വന്നത്. ആ മാറ്റം ശരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. സിനിമ സീരിയസ് ആയി കാണാൻ തുടങ്ങിയത് വലിയൊരു കാരണം അച്ഛൻ്റെ അനിയനായിരുന്നു. നമ്മളിപ്പം ഇപ്പോഴത്തെ ഈ OTT റെവല്യൂഷന് ശേഷം പ്രത്യേകിച്ചും കൊളംബിയ ഇപ്പം മാർക്കേസിന്റെ 100 Days of Solitude നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. പകുതി ചെയ്തു, 8 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. Carguen, apunten. ¡Viva la revolución! അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തിനെ പറ്റി ഇപ്പം കൊളംബിയ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എസ്കോബാറിനെ പറ്റി നല്ലൊരു വളരെ 70-ൽ കൂടുതൽ എപ്പിസോഡുകൾ സീരിയലിൽ സ്പാനിഷ് ലാംഗ്വേജിൽ തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിന്നാണ് നാർക്കോസ് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പാബ്ലോ എസ്കോബാർ ഒരു ഭാഗത്ത്, പിന്നെ ഗാർസിയ മാർക്കേസ് വേറൊരു ഭാഗത്ത്, പിന്നെ ഹിഗിറ്റ എന്ന് പറയുന്ന വേറൊരു പ്രതിഭാസം അതേ രാഷ്ട്രത്തിൽ തന്നെ, ഷക്കീറയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുതരം ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ എല്ലാതരം എൻ്റർടൈൻമെൻറ്റും എല്ലാതരം വായനയുടെയും ഇങ്ങനെയുള്ള അനുഭൂതികളുടെ സർവ്വം കലർന്ന ഒരു അവസ്ഥയായിട്ട് കൊളംബിയ എന്നുള്ള രാഷ്ട്രത്തിന് തന്നെ കാണാൻ പറ്റും. അവിടെ അത്രയും കലാപങ്ങൾ നടക്കുകയും അത്രയും ഇന്റേണൽ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു സംഗതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. അതായത് നമ്മൾ കൊളംബിയയിൽ ചെല്ലാതെ തന്നെ കൊളംബിയ എന്നുള്ള നമ്മുടെ ഒരു ഇതെല്ലാം അന്വേഷിച്ച് പോകുന്ന ഒരാളുടെ സ്ഥലമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ ഇത്തരം നറേറ്റീവ്സ് നമ്മളിപ്പം കൊളംബിയയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം മാർക്കേസ് ആയിരുന്നു. പക്ഷേ അത് പുതിയ കാലത്ത് ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ പുതിയ സാധ്യതകൾ വെച്ച് നോക്കുമ്പം സിനിമയും അല്ലെങ്കിൽ സീരീസും സംഗീതവും ഒക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കാണാൻ പറ്റുന്ന ഒരവസ്ഥ, ഇത് നാലും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ വളരെ അടുപ്പിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളെ തമ്മിൽ. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സംഗതികൾ ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ ഒരുപാട് പുതിയ നല്ല രചനകൾ ഉണ്ടാകുന്നുണ്ട്. ഹരീഷിൻ്റെ, ഷാജികുമാറിൻ്റെ, യമയുടെ, രാജശ്രീയുടെ ഒക്കെ ഒരുപാട് പുതിയ പുതിയ സംഗതികൾ, നോവലുകൾ, പുതിയ നമ്മൾ ഇതുവരെ മലയാളം കണ്ട് പരിശീലിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള നറേറ്റീവ്സ് രൂപപ്പെടുന്നുണ്ട്.
പക്ഷെ ഇത്തരം സാധനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു ഗ്ലോബൽ റീച്ചിലേക്ക് എത്തുക എന്ന് പറയുന്നതിൻ്റെ സാഹസം വളരെ വലുതാണ്. അപ്പം നമുക്കിപ്പം പല പ്ലാറ്റ്ഫോംസിൽ എടുത്ത് നോക്കിയാൽ നെറ്റ്ഫ്ലിക്സ് മാത്രമല്ല, HBO, BBC-യിലുണ്ട്, അല്ലെങ്കിൽ പിന്നെ മൊബൈൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് നിരവധി സംഗതികൾ വളരെ ലോക്കലായിട്ടുള്ള ലാംഗ്വേജിൽ നിർമ്മിക്കപ്പെട്ട സീരീസ് തരുന്നുണ്ട്. അതൊരു ലോക്കൽ ജ്ഞാനവും കൂടി തരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഡിവൈഡ് വലിയ രീതിയിൽ നോവൽ എന്നുള്ള ഒരു എഴുത്ത് സങ്കേതത്തിന് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, ബാധിക്കുമോ? എൻ്റെ കുറെ വിവരമുള്ള മനുഷ്യർ ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് മനുഷ്യന്റെ ശ്രദ്ധ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പൊ എൻ്റെ കാര്യത്തിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആ നാണയത്തിന്റെ മറ്റേ വശം എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ പറഞ്ഞ 8ാം ക്ലാസ്സിലത്തെ ആ കാലത്തൊക്കെ നമ്മൾ എങ്ങനെയാ ഈ 24 മണിക്കൂർ നിറയ്ക്കാന്നുള്ള ചോദ്യമായിരുന്നു. സമയം എങ്ങനെ പോയി കിട്ടുന്നു. ഇപ്പൊ 24 മണിക്കൂർ പോരാന്നുള്ള സ്ഥിതിയാണ്. ഞാനൊക്കെ ഇപ്പൊ ആകെ ശരിക്കും ഉറങ്ങണ 2 ദിവസം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ്. ആ 2 ദിവസം സാധാരണ രാത്രി ഫുട്ബോൾ ഉണ്ടാവാറില്ല. മറ്റേത് ഇപ്പൊ നമുക്ക് അത്രയും അധികം കളി കാണാൻ പറ്റും. പിന്നെ കളി അല്ലെങ്കിൽ വേറെ ഷോ ഉണ്ടാവും, ഡോക്യുമെന്ററി ഉണ്ടാവും. ഇപ്പൊ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കാം വല്ലവിടെയും സഞ്ചരിക്കുകയാണെങ്കിൽ. അങ്ങനെ അത്രയും അധികം ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഒരാൾക്ക്. അപ്പൊ ഈ 24 മണിക്കൂർ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നോവലിലേക്ക് ആദ്യം ആൾക്കാർ തിരിച്ചു പോവാൻ തുടങ്ങിയത് ഒരു കാരണം എന്താ വെച്ചാൽ കുറേം കൂടി പുതുമയുള്ള തീംസ് നിങ്ങളിപ്പോ പറഞ്ഞു മലയാളത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിനൊരു കാരണം ഇതാണ്, കുറച്ചും കൂടി ആൾക്കാരെ ചിന്തിപ്പിക്കണ തീംസ്. സാധാരണ പഴയ സ്റ്റോറി ലൈൻസ് ആൾക്കാർക്ക് മടുത്തു കഴിഞ്ഞു. ഇപ്പൊ 2 പേരും മരത്തിന് ചുറ്റി കറങ്ങണ സിനിമ അതൊന്നും ഇപ്പൊ ആർക്കും കാണാൻ താല്പര്യമില്ല. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എൻ്റെ ബംഗാളിലുള്ള ഫ്രണ്ട്സ് ആയാലും അവർക്കൊക്കെ ഒരു കുമ്പളങ്ങി നൈറ്റ്സ് അല്ലെങ്കിൽ ആവേശം അങ്ങനത്തെ ഇതൊക്കെ കാണാനാണ് താല്പര്യം. എന്നുവെച്ചാൽ അത് ബാക്കി ഭാഷകളിൽ എക്സ്പ്ലോർ ചെയ്യാത്ത തീംസ് അവര് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു വലിയൊരു വ്യത്യാസം. അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ ആവേശത്തിന് കൊണ്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അതിപ്പോ ഒരു യൂണിവേഴ്സലായിട്ട് കാണാവുന്ന സിനിമയാണ്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ റൈഫിൾസ് ക്ലബ് അത് കണ്ടോ? ഞാൻ കണ്ടു. അത് കണ്ടിട്ട് എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്ലോട്ടാണ് അതിൻ്റെത്. ദിലീപിന് എന്താണ് കണ്ടിട്ട് ഫീൽ ചെയ്തത്? എൻ്റെത് ഞാൻ പറയാം. എനിക്ക് ആദ്യത്തെ പകുതി എനിക്ക് വളരെ ഇഷ്ടമായി. അതിൽ കുറച്ച് തമാശയും ഇതൊക്കെ ഉണ്ടായിരുന്നു. 2ാം പകുതി ഏകദേശം എനിക്ക് തോന്നിയത് ഒരു ക്വിന്റൻ ടാരന്റീനോ സിനിമ മലയാളത്തിൽ ഉണ്ടാക്കാൻ നോക്കിയ പോലെ കുറെ അധികം വയലൻസ് ഇതൊക്കെ ആയിട്ട്. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ വളരെ വളരെ ആലോചിച്ച് നോക്കുമ്പേ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു വൻ സിനിമയായിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഒരു ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ പഴഞ്ചനായിട്ടുള്ള ഒരു സിസ്റ്റവും മറുഭാഗത്തുള്ള ഏറ്റവും പുതിയ മോഡേൺ ആയിട്ടുള്ള സിസ്റ്റം. സ്റ്റോറി ലൈൻ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാല് അവരുപയോഗിക്കുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള തോക്കും ഈ ഇങ്ങേപ്പുറത്തുള്ള ആൾക്കാർ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള കക്ഷികളാണ് ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പൊ അത് എനിക്ക് തോന്നി കുടുംബഘടനയും മറ്റൊന്നും തമ്മിലുള്ള ഒരു സംഗതി നടക്കുമ്പോൾ അതിന് ഇവർ തന്നെ ജയിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു പരോക്ഷ പരാമർശമുള്ള ഒരു സിനിമ പോലെ തോന്നുന്നു. ഞാനും എൻ്റെ പാർട്ട്ണർ ഒരുമിച്ചിരുന്ന് കണ്ട. അവള് സാധാരണ മലയാളം സിനിമ അത്ര കാണാറില്ല. പക്ഷെ ഇത് ഇരുന്ന് കണ്ടു. കൊറേയൊക്കെ ചിരിക്കാനും ഉണ്ടായിരുന്നു ആ പകുതിയിലൊക്കെ. അപ്പൊ 2ാം പകുതി ആയപ്പോ പക്ഷെ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഏകദേശം ഒരു നാച്ചുറൽ ബോൺ കില്ലേഴ്സിന്റെ ഒരു മലയാളം ഇതുപോലെ ആയിട്ടുണ്ട്. എല്ലാ സീനിലും വെടിവെപ്പ് ഇതൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതെ. അപ്പം ഇത്തരത്തിലാണ് മൂവിയുടെ മാത്രമല്ല ഇത് കമ്പയർ ചെയ്യാൻ ഇപ്പം തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് പലതരം സിനിമകളായിട്ട് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലുള്ള സിനിമകളായിട്ട് നമുക്കിപ്പോൾ ഒരു മലയാളം സിനിമ വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നത് അത് ഏത് പൾപ്പ് ഫിലിം ആയാലും ശരി അല്ലെങ്കിൽ ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സിനിമയായാലും ഇനി ആർട്ടോസ് ഫിലിം ആയാലും ഒക്കെ തന്നെ നമുക്കത് കമ്പയർ ചെയ്യാനുള്ള വലിയൊരു ക്രിട്ടിക്കിൻ്റെ സ്വഭാവം ആർജിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകന് മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺവേർഷൻ അപ്പം നേരത്തെ ദിലീപ് പറഞ്ഞത് നോവലിലൊക്കെ പരിഷ്കാര മാറ്റങ്ങൾ എഴുത്തിൻ്റെ നറേറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നോവലിലേക്ക് തന്നെ ആളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും അല്ലേ? അതായത് ഈ പറഞ്ഞ ഡോമിനൻസ് ഉണ്ടാവില്ല സീരീസിന്. അല്ല, ഇപ്പൊ സീരീസിനുള്ളൊരു വലിയൊരു ഗുണം എന്താന്ന് ഇപ്പൊ ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. ഇന്നലെ ഞാൻ ഉറങ്ങാൻ
ബെഡിൽ വന്നപ്പോ എനിക്ക് ഗാർഡിയന്റെ ന്യൂസ് അപ്ഡേറ്റ്സ് വരും എൻ്റെ ഫോണിൽ. അതിലൊന്ന് വന്നത് ബെൽജിയൻ ഫുട്ബോളർ അറസ്റ്റഡ് ഇൻ കൊക്കെയിൻ സ്മഗ്ലിംഗ് റിംഗ്. ഞാനത് അപ്പം ഫുട്ബോൾ ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ തുറന്നു. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിക്കാരനും കൂടിയാണ്. കഴിഞ്ഞ 10-15 കൊല്ലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റലിയിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ക്ലബ്ബ് AS റോമയാണ്. റോമയ്ക്ക് വേണ്ടി 4 കൊല്ലം കളിച്ച കളിക്കാരനാണ് ഈ രാജ നാംഗോളാൻ. ഇതൊരു 4 പാരഗ്രാഫിന്റെ ന്യൂസ് ഐറ്റമാണ്. കുറച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഒരു BBC-യോ ഗാർഡിയനോ അത്ലറ്റിക് എന്ന് പറഞ്ഞ ഫുട്ബോൾ മാഗസീനോ അത് ചിലപ്പോൾ ഒരു 2000 വാക്കുള്ള ഒരു ലേഖനമാക്കി മാറ്റും, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഒരു 36 വയസ്സുകാരന്റെ ജീവിതം 2000 വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. അതിൽ പല കാരണങ്ങളും ഉണ്ടാവും. അതിപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അമ്മ ബെൽജിയമിലെ 2 കമ്മ്യൂണിറ്റി, ഫ്ലെമിഷും വോളൂണും 2 ഗ്രൂപ്പാണ്. ഫ്ലെമിഷ് അമ്മയും ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന അച്ഛനും ജനിച്ച മകനാണ്. അച്ഛൻ ഒഴിവായി, വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ അമ്മ 22 വയസ്സായപ്പോഴത്തേക്കും ക്യാൻസർ വന്നിട്ട് അതൊന്ന് മരിച്ചു. അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്തും മരിച്ച ദിവസവുമുള്ള 2 ചിറക് പോലെയുള്ള 2 ടാറ്റു ഉണ്ട് പുറകിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതമാണ്. വളരെ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പൊ ചാൾസ് ശോഭരാജിന്റെ ഒക്കെ ജീവിതം പോലെ. അതെ. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും പൈസ ഉണ്ടാക്കിയ ഒരാൾ, ഒരു ഫുട്ബോൾ താരമായിരുന്നു, അപ്പൊ ലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചിട്ടുണ്ട് കഴിഞ്ഞ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഇതിൽ പെട്ടുപോയി എന്നുള്ള അത് തന്നെ ഒരു കഥയാണ് ശരിക്കും. അത് ഒരിക്കലും ഒരു 2000 വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പൊ ഈ സീരീസിനൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ 8 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ 8 മണിക്കൂറോ 4 മണിക്കൂർ എത്ര ആയാലും അതൊരു ഒരിക്കലും ഒരു 1.5 മണിക്കൂറുള്ള സിനിമയ്ക്കോ ഒരു 40 മിനിറ്റ് ഡോക്യുമെന്ററിക്കോ ആ സബ്ജക്റ്റ് അത്രയും ആഴത്തിൽ പോവാൻ പറ്റില്ല. ഒരു ക്യാരക്ടർ ശരിക്കും എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയത്. അതിപ്പോ എനിക്ക് ഡേവ് ദി ജാക്കോളിന്റെ സീരീസ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു. എനിക്ക് വലിയ മടിയായിരുന്നു കാണാൻ. എന്നുവെച്ചാൽ ഒറിജിനൽ ആ സിനിമ എന്റെ മനസ്സിൽ അത്രയും വലിയൊരു സിനിമയായി നിൽക്കേണ്ടത് കാരണം ഇത് എന്തായാലും അത്ര എത്തില്ല എന്നുള്ളൊരു മനസ്ഥിതിയോടുകൂടിയാണ് ഞാൻ പോയി കണ്ടത്. പക്ഷെ അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ റീടെല്ലിംഗ് ആണെങ്കിലും അത് നന്നായി ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ 8 മണിക്കൂറുള്ളത് കാരണം ആ ക്യാരക്ടർ ശരിക്കും അവർക്ക് ഇതാക്കാൻ ആ ഒരു ആഴത്തില് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ശരിയാണ്. ഇപ്പൊ ഈ നാർക്കോസിലുള്ള എസ്കോബർ അല്ല മറ്റേ സ്പാനിഷ് സീരിയൽ ഉള്ളത്, അത് ഏതാണ്ട് 80 എപ്പിസോഡ്സ് ഉണ്ട്. അതിനകത്ത് ശരിക്കും എസ്കോബാറിന്റെ ഡേ ടു ഡേ ലൈഫ് തന്നെ വരുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗുണം സീരീസിനുണ്ട്. കാരണം സിനിമയും അതിജീവിക്കുന്നത്. നോവലിനും ആ നല്ലൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് അത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഓരോ ക്യാരക്ടറിനും ആ ആഴുണ്ടാവും. അത് ഇപ്പൊ ഒരു ഒരു കോമിക്കിലോ ഇതിലോ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. ഈ നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിന്റെ 100 Days of Solitude പകുതി വന്നു കഴിഞ്ഞു. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഞാനൊക്കിപ്പം വീണ്ടും ആ നോവൽ എടുത്ത് വായിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ അന്ന് വായിച്ച നോവൽ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഉണ്ടാക്കിയെടുത്ത ഇമേജറി എന്നൊക്കെ പറയുന്നത് വളരെ ഇതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജുകളായിരുന്നു നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടത്. കാരണം അപ്പം എല്ലാം അതിൻ്റെ സ്ഥലത്തിൻ്റെതായാലും ശരി, അതിനകത്തെ ക്യാരക്ടേഴ്സ് ആയാലും ശരി ഒക്കെ തന്നെ. അപ്പം വീണ്ടും വായനയ്ക്കൊരു സാധ്യതയായി. പക്ഷെ എന്നാൽ പോലും മാർക്കേസിൻ്റെ ആ ഒരു മാസ്മരികമായ ആ എഴുത്തിനെ വെല്ലുന്ന ഒന്നാണ് സീരിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സീരിയൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും മാർക്കേസ് തോറ്റു പോകുന്നില്ല അവിടെ. അങ്ങനെ തോന്നിയിട്ടില്ലേ അത് കാണുമ്പോൾ? അല്ല, അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളും ആ പുസ്തകം വായിച്ച് നമ്മളും കുറെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അനുഭവങ്ങൾ കാരണം ജീവിതം കാരണം ഒക്കെ നമ്മളും മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളും മാറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു മാർക്കസ് ഇപ്പൊ ആ പുസ്തകം എഴുതുകയാണെങ്കിൽ അതിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നുവെച്ചാൽ അപ്പോഴത്തെ ജീവിതം അല്ല ഇപ്പൊ. അപ്പൊ അതെന്തായാലും പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ സീരീസ് ആയാലും സിനിമ ആയാലും അതിന്റെ ഒരു വലിയൊരു ഗുണം എന്താ വെച്ചാൽ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ വിഷനും കൂടി നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്ലേ എഴുതിയ ആളുടെ
ഒരു വിഷനും കൂടി. ഇപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും പറയും ഒരിക്കലും ഒരു സിനിമ പുസ്തകത്തിന്റെ അത്ര നന്നാവില്ല. ഇല്ല. പക്ഷെ ഇപ്പൊ ഡേ ഓഫ് ദി ജാക്കുകൾ ആയാലും എനിക്ക് വേറെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അത് സിനിമയാക്കി മാറ്റിയത് ഇംഗ്ലീഷ് പേഷ്യന്റ് ആണ്, മൈക്കിൾ ഉണ്ടാക്കിയത്. അത് സിനിമയും ഒരു ക്ലാസിക് ഫിലിം. എന്തുകൊണ്ട് അത് ഉണ്ടാക്കിയ ആന്റണി മിംഗൽ അത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും ആ പുസ്തകത്തിന്റെ ഞാൻ ആ പുസ്തകം വായിക്കണ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പല ചിത്രങ്ങളും ആ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റി. അത് ആ ഡയറക്ടറുടെ മഹത്വം കൊണ്ടാണ്. Swoon. I'll catch you. അതിപ്പോ ഈ പെഡ്രോ പരാമയും സിനിമയാക്കി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതെ, വളരെ മനോഹരം എന്നല്ല, ഒരു ഭീതി. അതെ, അത്രയും ആ എഴുത്തുകാരന്റെ അതേ ക്വാളിറ്റിയിൽ ഒരു ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും തീർച്ചയായിട്ടും. അതിപ്പോ മലയാളത്തിലും പലപ്പോഴും എംടിയുടെ കഥകളൊക്കെ എംടി തന്നെ സ്ക്രീൻ പ്ലേ എഴുതിയത് കാരണം അത് അങ്ങനെ നല്ല സിനിമയായി മാറാൻ പറ്റിയിട്ടുണ്ട്. ഈ ഇപ്പം നമ്മളിപ്പം ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഇത്രയും ഭയങ്കര സ്പീഡിലുള്ള മാറ്റം, അതായത് ഇപ്പം നമ്മളിപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മൾ നേരത്തെ ഒരു 5 വർഷം മുമ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല ഒരു സീരീസ് നമുക്ക് ടോയ്ലറ്റിലിരുന്ന് കാണാം, ബസ് സ്റ്റോപ്പിലിരുന്ന് കാണാം, ബസ്സിലിരുന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് കാണാം. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സിനിമ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആശങ്ക അത് ടോക്കീസ് ആയി മാറുന്ന സമയത്ത് സിനിമ തകർന്നു എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ സ്ക്രീൻ മാറുന്ന സമയത്ത് സിനിമ ഇല്ലാണ്ടാവും വിചാരിച്ചു. പക്ഷേ എന്നിട്ട് എല്ലാറ്റിലും ചെറിയ ഒരു ഡിവൈസിലേക്ക് സിനിമയെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇതൊരു വളരെ നമ്മളിപ്പം സിനിമയുടെ അകത്ത് ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഭാഗമായിട്ട് എന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ലോകത്തേക്ക് നമുക്ക് ഇവിടെ ഇരുന്നും കാണാൻ പറ്റുന്ന ഒരു പാമ്പിൻ്റെ വലിപ്പത്തിൽ കാണാൻ പറ്റുന്ന സംഗതി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ മാറ്റം ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു പഴയ തലമുറയും പുതിയ തലമുറയും കൂടിയുള്ള ട്രാൻസിഷൻ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ അതെങ്ങനെ ദിലീപിന് എങ്ങനെയാണ് തോന്നുന്നത്? ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ എന്താണ്? എനിക്ക് തോന്നുന്നു പുതിയ തലമുറയ്ക്ക് അത് കുറേയും കൂടി എളുപ്പമാണ് ആ ചെറിയ സ്ക്രീനിൽ കാണാൻ. എനിക്കിപ്പോഴും നിങ്ങളൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ സ്ക്രീനിലേ കാണുള്ളൂ. സമയമില്ലാത്ത സമയത്ത് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഒരു ആവേശമൊന്നും എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ സമയം കിട്ടിയില്ല. അത് കാരണമാണ് പിന്നെ സ്ക്രീനിൽ കണ്ടത്. അതും സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഞാൻ TV-യിലാണ് കണ്ടത്, മറ്റേ ചെറിയ സ്ക്രീനിലാണ്. പറ്റണത്രയും ഞാൻ കുറച്ചും കൂടി വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പറ്റണത്രയും വലിയ സ്ക്രീനിൽ കാണുക എന്നാണ് നമ്മൾ സിനിമയോടുള്ള അപ്രോച്ച്. മറ്റേ ഫോണിൽ ഞാൻ സാധാരണ കാണുന്നത് ഇപ്പൊ വല്ല കളിയുടെ ഹൈലൈറ്റ്സ് അങ്ങനത്തെ ഇതൊക്കെയാണ് ഫോണിൽ കാണുക. അല്ല, ആ വ്യത്യാസം ഫീൽ ചെയ്യും. അതായത് ഇപ്പം നമ്മളിപ്പം ഈ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ ഇപ്പം കോഴിക്കോട് സ്റ്റേഡിയത്തിലും കുറ്റിച്ചെറിയൊക്കെ വലിയൊരു വ്യത്യാസം ഉണ്ട്. കാണികളുടെ കൂടെ ഇരുന്നിട്ട്, അതായത് ലോക്കൽ കാണികളാണെങ്കിൽ അല്ലെങ്കിൽ ഈ TV-യുടെ കാണികളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമാണോ, അതോ പിന്നെ ആ ഒരു വ്യൂയിങ് ആംഗിളിന്റെ പ്രശ്നം? ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ, ആ ഒരു കുറച്ചും കൂടി വലിയ സ്ക്രീൻ ആണെങ്കിൽ നമ്മൾ അവിടെ പോയി നിന്ന് കാണുന്ന ഒരു ഫീലിംഗ് കുറച്ചും കൂടി വരും. പിന്നെ ഇപ്പൊ ഒരു സ്ക്രീനിൽ കാണുന്ന ചിത്രം ഒരേ ചിത്രമാണെങ്കിലും കൂടി കുറച്ചും കൂടി വലിയൊരു സൈസ് ആകുമ്പോൾ ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ കളിക്കാരുടെ പൊസിഷനിങ് അത് ഇതൊക്കെ നമ്മുടെ മനസ്സൊരിതിന് അഡ്ജസ്റ്റഡ് ആണ്. അത് ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ കുറച്ച് വിഷമം. അപ്പൊ അതൊരു വലിയ സ്ക്രീനിലാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി അതൊക്കെ പ്രോസസ് ചെയ്യാൻ എളുപ്പമാണ്. ചെറിയൊരു സ്ക്രീനിൽ ഇതിപ്പോ ഏത് ഫോർമേഷൻ അവർ കളിക്കണം ഇതൊക്കെ കാണാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഈ അനാലിസിസും യൂസർ ഇന്റർഫേസും ഒക്കെ മാറിയല്ലോ, നമുക്ക് തൊട്ട് മാറ്റിയും ഇതൊക്കെ ആക്കാവുന്നത്. അപ്പം ഫോൺ കുറച്ചും കൂടി, അതായത് ഒരു സ്പോർട്സ് ക്രിക്കറ്റ് എന്നുള്ള രീതിയിലേ അപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് ഹാൻഡി ആവേണ്ടത് മൊബൈലിലുള്ള കാഴ്ചയല്ലേ? അല്ല, മൊബൈലിലുള്ള കാഴ്ചയുടെ ഒന്നും അധികം മൊബൈലിൽ വരുന്ന ഈ ഡേറ്റയാണ്. ഇപ്പൊ എത്ര ഒരു ടീം എത്ര ഷോട്ട്സ് അടിച്ചു, എത്ര ഓൺ ടാർഗറ്റ് ആയിരുന്നു, എത്ര ബോൾ പൊസിഷൻ എത്ര ശതമാനം ഒരു ടീമിന്, ഇതൊക്കെ അപ്പപ്പോ സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഞാൻ സാധാരണ ഒരു കളി കാണുമ്പോൾ സ്ക്രീനിൽ കളി നടക്കുന്നുണ്ടാവും, അതേസമയം ഫോണിൽ മറ്റേ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും.
അപ്പം അങ്ങനെയാണ് ഞാൻ കാണാറുള്ളത്. ബാക്കിയുള്ളവർ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ നിന്നും ചെറുപ്പമായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് ഒറ്റൊരു സ്ക്രീനിൽ കാണാനായിരിക്കും അത് എളുപ്പം. അവരതിന് പരിചയപ്പെട്ടിട്ടുണ്ടാവും. എനിക്കിപ്പോഴും ആ വലിയ സ്ക്രീൻ തന്നെയാണ് ഇഷ്ടം. നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റിയില്ല. കാരണം നമ്മുടെ പഴയ കാലത്ത് നമുക്കറിയില്ലല്ലോ നമ്മൾ ഇന്നിരുന്ന് കാണുന്നത് ഇങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റിയില്ല. ഇന്ന സാധ്യതകളുണ്ടെന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതുപോലെ നമ്മൾ എവിടെ ഇരുന്ന് ഇപ്പം നോക്കുമ്പം പ്രത്യേകിച്ച് ഈ മാറ്റത്തിൻ്റെ വലിയ മാറ്റത്തിൻ്റെ ഒരു ഇതിലാണ് നമ്മളിരിക്കുന്നത്. കാരണം പഴയതിലും അല്ല പുതിയതിലും അല്ല എന്നുള്ളൊരവസ്ഥയാണല്ലോ. അപ്പോൾ ഇനിയിപ്പം ഭാവിയിലേക്ക് നമുക്ക് തീരുമാനിക്കാവുന്ന ചില സാധനങ്ങളുണ്ട്. ഡിവൈസ് എന്തായാലും ഗാഡ്ജറ്റ്സ് എത്ര മാറിയാലും എന്തായിരിക്കും ഈ സ്പോർട്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലിറ്റററി നെറേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു ഫ്യൂച്ചറായിട്ട് ദിലീപിന് തോന്നുന്നു? എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ ഒരു ഇമേഴ്സീവ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കഥയുടെ ഭാഗമായി മാറാൻ പറ്റുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതി വരും. ഇപ്പം തന്നെ ഇപ്പം സ്പോർട്സിൽ ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ടുള്ളത് ഈ ഇംഗ്ലീഷിൽ അത് ഫ്ലൈ ഓൺ ദ വാൾ ഡോക്യുമെന്ററീസ് എന്ന് പറയും. പണ്ടൊന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാനും കൂടി പറ്റാതെ ഡ്രസ്സിങ് റൂമിന്റെ ഉള്ളിൽ ക്യാമറ വെച്ചിട്ട് ഇപ്പൊ കളി കഴിഞ്ഞിട്ട് കളിക്കാരുടെ റിയാക്ഷൻ എന്താ, കോച്ച് എന്താ കളിക്കാരോട് പറഞ്ഞു, ഇതൊക്കെ നമുക്കിപ്പൊ കാണാം. Same problem. No, why you keep on saying these comments? Because nothing's changed. Okay, well then put a name on them at least, yeah? It's the whole team. It's not one person. Put a name on them. You keep on team. You name the whole team. You keep on sitting there the whole team. Oh, goes. Oh, same problem. It's the same problem. How can I name? It's not one person. Sit there. Do you mean to go around the whole team? Do you mean to go around the whole team? Just sit like a spoiled kid. Do you mean to name the whole team? I'm not saying I'm at fault as well. ഫുട്ബോളിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സൺഡർലൻഡ് ടിൽ ഐ ഡൈ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ഉണ്ട്. അത് സൺഡർലൻഡ് എന്ന് പറഞ്ഞ നഗരത്തിനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സൺഡർലൻഡ്, ന്യൂകാസിൽ, ലീഡ്സ് ഈ 3 വലിയ നഗരങ്ങളിൽ ഒരൊറ്റ ഫുട്ബോൾ ടീമേ ഉള്ളൂ. മറ്റേ മാഞ്ചസ്റ്റർ ആയാലും ലിവർപൂൾ ആയാലും ലണ്ടൻ ആയാലും ബർമിംഗം ആയാലും ഇവിടെയൊക്കെ അനേക ടീമുകളുണ്ട്. ഈ സൺഡർലൻഡിൽ ഒറ്റ ടീമേ ഉള്ളൂ. അത് കാരണം ബാക്കി എല്ലാം നഷ്ടപ്പെട്ട ഒരു നഗരത്തിന്. ഒരു കാലത്ത് കപ്പല് പണിതിരുന്ന ഏറ്റവും വലിയൊരു സെന്റർ ആയിരുന്നു സൺഡർലൻഡ്, ന്യൂകാസിൽ. ഇപ്പൊ അതൊക്കെ നശിച്ചുപോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു നിസാൻ ഫാക്ടറി അതും ഇപ്പൊ പകുതിയിലധികം ആൾക്കാരെ പിരിച്ചുവിട്ടു. അപ്പൊ ആകെ ഈ ടൗണിന് ബാക്കിയുള്ളത് ഈ ഫുട്ബോൾ ടീമാണ്. അപ്പൊ ഈ ഡോക്യുമെന്ററി വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് കാരണം ആൾക്കാരുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഫുട്ബോൾ ക്ലബ്ബ്. അതുകൊണ്ട് അവരുടെ റിയാക്ഷൻ ഓരോ കളി ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും അതൊക്കെ വളരെ, അത് നേരത്തെ പറഞ്ഞ പോലെ 7-8 എപ്പിസോഡ് ആകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു സീസണിന്റെ പ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മൂഡ് നന്നായി ആദ്യം താണു അങ്ങനെയൊക്കെ. Dear Lord, help Sunderland, because the success of our team leads to the success and prosperity of our city. Amen. പണ്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരിതാണ് ഇപ്പൊ ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു, കളി കഴിഞ്ഞിട്ട് കളിക്കാരെങ്ങനെ ഒരു വലിയ ഫൈനലിന് മുമ്പ് സമയം ചെലവഴിച്ചത്, ഇതൊക്കെ കാണാം. അതിപ്പോ അർജന്റീനയിലെ ബോക്ക ജൂനിയേഴ്സിനെ പറ്റിയും ഒരു ബോക്ക കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു കഥയുടെ ഭാഗമായിട്ട് തോന്നും. കുറച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ ടെക്നോളജി ഒന്നും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സീനിന്റെ നടുക്ക് പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. അതിപ്പോ സിനിമ ആയാലും റൈഫിൾ ക്ലബ് ആയാലും ഇപ്പൊ അവിടെ എവിടേക്കും കൂടി ബുള്ളറ്റ് പോണ പോലെ തോന്നുന്ന ഒരു ഫീലിംഗ് വരും. അതായിരിക്കും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതെ. അപ്പൊ അതാണ് നമുക്ക് അടുത്ത മാറ്റം വരാൻ പോണത്. അതായിരിക്കും മിക്കവാറും. ഇപ്പൊ ഒരു ഫുട്ബോൾ ഡോക്യുമെന്ററി ആയാലും നിങ്ങൾ അതിന്റെ നടുക്കായിരിക്കും. നിങ്ങൾ വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മെസ്സി അതിലേക്ക് കൂടി ഓടിപ്പോണത് കാണാൻ പറ്റും. അതായിരിക്കും എനിക്ക് തോന്നുന്ന അടുത്ത മാറ്റം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. കാരണം ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും ഒരു മാസീവായിട്ടുള്ള ഇത്തരം കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് നമുക്ക് സിനിമ കാണണം, നമുക്ക് പുസ്തകം വായിക്കണം, നമുക്ക് സീരീസ് കാണണം,
കളി വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, ലൈവായിട്ട് കാണണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് റൈറ്റർ അല്ലെങ്കിൽ ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ദിലീപിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പാക്ഡ് ആയിരിക്കും. അത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ എങ്ങനെ അല്ലെങ്കിൽ ഉറങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിക്കാവുന്ന രീതിയിലുള്ള ദിവസമായിരിക്കും. എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്? അത് പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം ഞാൻ കാണാറില്ല. ഇപ്പോൾ കുറേ പണ്ടൊക്കെ ഞാൻ എല്ലാം ഇരുന്ന് കാണുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു പോർച്ചുഗീസ് ലീഗോ ജർമ്മനിയിലത്തെ ബുണ്ടസ് ലീഗ് ഒന്നും പലപ്പോഴും ലൈവായിട്ടൊന്നും കാണാറില്ല. അത് ഇപ്പം എല്ലാ മാച്ചിൻ്റെയും 7 മിനിറ്റ് ഹൈലൈറ്റ്സ് പാക്കേജ് പോലെ കിട്ടും. ഇപ്പം സാധാരണ ജർമ്മനിയിലത്തെ കളിയൊക്കെ ഞാൻ അതേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു 4-5 മാച്ച് റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുക എല്ലാ വീക്കെൻഡും. ശനി ഞായറോ ആയിട്ട് മാക്സിമം 5 കളിയെ കാണുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു അവസാനമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുകൂടാതെ ക്രിക്കറ്റ് കാണണം, വേറെ പല സ്പോർട്സ് ഉണ്ട്. ഇപ്പോൾ ഒളിമ്പിക്സ് ആയ അത് കാണണം. അപ്പൊ അതിനൊരു അവസാനമില്ലാത്തൊരു കടല് പോലെയാണ് ശരിക്കും. അപ്പൊ എവിടെയെങ്കിലും നമ്മളൊരു വര വെച്ചിട്ട് ഇത്രേ കാണുള്ളൂ എന്ന് തീരുമാനിക്കുന്നു.